ഞാനിപ്പോഴും ഓർമ്മിക്കുന്നൊരു കാര്യം, സൗദിയിൽ പോയിട്ട് ആദ്യത്തെ തിരുവോണം ഞാൻ ചെന്നപ്പോൾ എനിക്ക് താമസ സൗകര്യം, ഞാൻ കമ്പ്യൂട്ടർ ഷോപ്പിലാണ് പോയത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഈ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞതാണ്, റിപ്പയർ മെയിന്റനൻസിന്റെ. അപ്പോ അതിന്റെ ഭാഗമായിട്ട് എന്താണ് പറയുക, കമ്പ്യൂട്ടർ മൊഹന്ദിസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിസയാണ് തടിച്ചിട്ട് ഞാൻ പോയിരിക്കുകയാണ്. അവിടെ ചെന്ന് എനിക്ക് താമസമുള്ളത് റിയാദിലെ, എനിക്ക് പലർക്കും അറിയുന്നുണ്ടാവും, ഈ നമ്മുടെ ഒലയുടെ അടുത്ത് ഹൈൽ ബറൂദ് എന്നൊരു ഏരിയയാണ്, സുലൈമാനി. ആ ഹൈൽ ബറൂദ് ഏരിയയിൽ തമിഴന്മാരുടെ ഹോട്ടൽ ഉണ്ടായിരുന്നു, മധുര ഹോട്ടൽ. ആ ഹോട്ടൽ നടത്തുന്ന തമിഴന്മാരുടെ താമസ റൂമിൽ തന്നെയാണ് എനിക്കൊരു ബെഡ് കിട്ടിയത്. അപ്പൊ തിരുവോണം ദിവസം വന്നു, ഞാൻ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തിരുവോണമായി. അപ്പൊ ഇവിടുത്തെ കേരളത്തിലെ TV ചാനലിലൊക്കെ നോക്കി കഴിയുമ്പോൾ ഗൾഫിലെ ഓണാ കാണിക്കുന്നത്, ദുബായിലെ ഓണം അല്ലെ, വലിയ സംഭവമാണ്. സിനിമാ താരങ്ങൾ വരുന്നു, വലിയ പരിപാടികൾ നടക്കുന്നു, ദുബായ് ഗൾഫിലെ മലയാളികളുടെ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നു. പാവ എന്റെ അമ്മയും അച്ഛനൊക്കെ കരുതിയത് മകൻ ഇപ്പോ ഗൾഫില് വലിയ ഏതോ പരിപാടികളൊക്കെ കണ്ടു പോകട്ടെ. അങ്ങനെയാണല്ലോ, ഗൾഫിൽ പോയി കഴിഞ്ഞാൽ വലിയ ഓണപരിപാടിയൊക്കെ ഉണ്ടാവും, ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും, സന്തോഷിച്ചിരിക്കായിരിക്കുന്നു കരുതിയിട്ട് തിരുവോണ ദിവസം രാവിലെ അമ്മയും അച്ഛനും കൂടി വിളിക്കുകയാണ്. ഇന്ന് ഓണാണ്, നിനക്ക് അവിടെ സദ്യയൊക്കെ കിട്ടും ഉണ്ണിയെന്ന് ചോദിച്ചു. നിനക്കവിടെ സദ്യയൊക്കെ കിട്ടില്ലേ? ഞാൻ പറഞ്ഞു കിട്ടും, ഇവിടെ സദ്യയൊക്കെ ഉണ്ട്, എല്ലാ പരിപാടികളും ഉണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. എന്താ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഈ തമിഴന്മാരുടെ ഹോട്ടലാണ് മധുര ഹോട്ടൽ. അവിടെ നിന്ന് എനിക്കൊരു ഫുഡ് കാർഡ് ഉണ്ട്. ആ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ആദ്യമായിട്ടാണ് തിരുവോണത്തിന് സദ്യ കഴിക്കാതിരിക്കുന്നത്. എന്നെ ആരും വിളിച്ചിട്ടില്ല, എനിക്ക് അവിടെ സൗഹൃദങ്ങളൊന്നും ആയിട്ടില്ല, ആരുമില്ല. ഞാൻ ഉച്ചയ്ക്ക് സത്യത്തിൽ എന്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു. തലേണയിൽ മുഖം അമർത്തി പിടിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞു. അവിടെ അച്ഛനും അമ്മയും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിവിടെ സദ്യയുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ. ഒരു 3 മണി വരെ ഞാൻ കരഞ്ഞു. 3-4 മണിയായപ്പോ വിശക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ താഴെ ഹോട്ടലിലേക്ക് ഇറങ്ങിപ്പോയിട്ട് അണ്ണനോട് ചോദിച്ചു, അണ്ണാ സാപ്പിടുന്നതൊക്കെ എന്നെ ഇരിക്ക്, പൊറോട്ടയും മീൻ കുളമ്പ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ തിരുവോണ ദിവസം ഉച്ചയ്ക്ക് സദ്യ കഴിക്കേണ്ട കാര്യത്തെ കുട്ടി പൊറോട്ടയും മീൻകറിയും കഴിച്ച ഒന്നാമത്തെ സൗദി അറേബ്യയിലെ ഓണാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ പക്ഷെ നമുക്കറിയാലോ, സൗദി പോയി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ജീവിതാനുഭവങ്ങൾ വരും, ഭാഷ പഠിക്കും, അങ്ങനെയാണ്. ആദ്യത്തെ കുറച്ച് ദിവസം വലിയ പ്രയാസം ഉണ്ടാവും. ഈ എണ്ണം പഠിക്കും, 1 മുതൽ 10 വരെ, അഷ്റ കഴിഞ്ഞ് ഹിദാഷ്റ എണ്ണി പഠിക്കാൻ തുടങ്ങി അറബി പഠിച്ചു, അങ്ങനെയാണല്ലോ അല്ലെ. 1 മുതൽ അഷ്റാന്ന് വരെ എണ്ണ എളുപ്പമാണ്, അതിന് ഹിദാഷ്റ നമ്മുടെ മനസ്സിൽ എന്ന് തെളിയുന്നു. 11 എന്ന് വരെ പറയാൻ തുടങ്ങുന്നത് അന്ന് മുതൽ അറബി പറയാൻ തുടങ്ങും, പ്രശ്നമില്ല. അറബി പഠിച്ച് സംസാരിക്കാൻ തുടങ്ങി. അറബി പഠിച്ച് സംസാരിക്കാൻ മാത്രമല്ല, കഫീൽ കൊണ്ടുപോയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് മൂപ്പർക്ക് സംശയം ഉണ്ടായിരുന്നു എന്നെ കൊണ്ട് കഴിയുമെന്ന്. കാരണം കോഴിക്കോട് പാലക്കാട് സൂപ്പർ നമ്മുടെ ഇതുണ്ടല്ലോ, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിലെ ഡ്രൈവർമാർ വരെ വന്നാൽ സൗദി അറേബ്യയിൽ 1 മാസം അവരെ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് അയക്കും.